മിറാഷ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന പുതിയ മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഇന്ന് നമ്മൾ ഈ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഭിരാമിയുടെ സുഹൃത്തായ കിരണിന്റെ പെട്ടെന്നുള്ള മിസ്സിങ്ങും അതിനെ തുടർന്നുള്ള അന്വേഷണവും ഒക്കെയാണ് മിറാജ് എന്ന സിനിമ പറയുന്നത്. പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള ത്രില്ലറാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പടം കണ്ടത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ആവറേജ് ഫീൽ ആണ് തോന്നിയത്. ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഒട്ടും ഷോക്ക് തരാത്ത, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്വിസ്റ്റ് ആണ് അപ്പോൾ നടന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറെ സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. ക്ലൈമാക്സ് കൊണ്ട് ജിത്തു ജോസഫ് തന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നുണ്ട്. ഒരു ജിത്തു ജോസഫ് ഫിലിം എന്ന് ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ അത് കണ്ട തൃപ്തി എനിക്ക് കിട്ടി. സോ സെക്കൻഡ് ഹാഫിൽ പടം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആയിട്ട് വന്ന് അത്രയും നേരം തോന്നിച്ച ആ ഒരു ആവറേജ് ഫീൽ ഒക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഈ സീക്രട്ടുകൾ, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സർപ്രൈസ്, അതിന്റെ റിവീല്, പിന്നെ അതിന്റെ പിന്നിൽ പിന്നെയും രഹസ്യങ്ങൾ, അങ്ങനെ സങ്കീർണമാക്കി കൊണ്ടുപോകുന്ന ഒരു കഥ പറച്ചിൽ സ്റ്റൈല് അത് സെക്കൻഡ് ഹാഫിലാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് പക്ക ആയിരുന്നു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഇതാണ് ഇതിന്റെ ദുരൂഹത എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇതല്ല സസ്പെൻസ്, കുറച്ചുകൂടി വാ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകും. സോ ദുരൂഹതകളുടെ ഒരു മരീചിക അല്ലെങ്കിൽ മിറാഷ് എന്നതാണ് പടത്തിന്റെ പേര് കൊണ്ടും ഇതിന്റെ പ്ലോട്ട് കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊരു ത്രില്ലർ പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ അതിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ട് തന്നെ നമ്മളെ ചിലപ്പോൾ സങ്കല്പിക്കാറില്ലേ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താണ് ഞാൻ ഈ പടവും കണ്ടു തുടങ്ങിയത്. അപ്പൊ ഓരോ സർപ്രൈസുകളും ഓരോ സസ്പെൻസുകളും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുന്നത് നോക്കി കണ്ട് ലാസ്റ്റ് എനിക്ക് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കൊള്ളാം. അതേസമയം ചില സർപ്രൈസുകൾ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. നല്ല പെർഫോമൻസുകൾ പടത്തിന്റെ പോസിറ്റീവാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയും തങ്ങൾക്ക് കിട്ടിയ റോളുകൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. അതുപോലെ ഇത് ആദ്യം ഹിന്ദിയിൽ ചെയ്യാനാണ് ഇരുന്നതെന്ന് എവിടെയോ ജിത്തു ജോസഫ് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അവിടുത്തെ നായകന്മാരൊന്നും ഇത് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ ചാൻസ് ഇല്ല. ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ഈ പടവും ഈ കഥയും ഒക്കെ അത് മലയാളികൾ മാത്രമായിരിക്കും. അശ്വിൻ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് ആസിഫ് അലി വരുന്നത്. ആസിഫിന്റെ ഈ അടുത്ത കാലത്ത് വരുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര പെർഫോമൻസിനുള്ള സ്കോപ്പ് ഒന്നും ഇല്ല, എന്നാൽ തീരെ മോശവുമല്ല. ഈ ഒരു ക്യാരക്ടറിന് ആസിഫിനെ പോലെ ഒരു നടൻ തന്നെ ആവശ്യവുമായിരുന്നു. എങ്കിലേ പല കാര്യങ്ങളും നന്നായിട്ട് വർക്ക് ആവുകയുള്ളൂ. ആസിഫ് അത് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഭിരാമിയായിട്ട് വന്ന അപർണ ബാലമുരളിയും ആ ക്യാരക്ടർ നല്ല നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണ്. അതേസമയം നിഷ്കളങ്ക ഭാവമുള്ള ഒരു സാധാരണ പെൺകുട്ടി. അത് അപർണയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അപർണ ഉണ്ടെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ആ പടത്തിലുണ്ടാവും അല്ലെ? കൂട്ടുകാരി ഋതികയായിട്ട് വന്ന ഹന്ന റജി കോശിയും നന്നായിട്ടുണ്ടായിരുന്നു. കിരൺ ആയിട്ട് വന്ന ഹക്കീം ഷാജഹാൻ, അതുപോലെ SP ആയിട്ട് വന്ന സമ്പത്ത് രാജ്, PK ആയിട്ട് വന്ന ദീപക് പറമ്പോൾ, അനന്തു ആയിട്ട് വന്ന അർജുൻ ശ്യാം, പിന്നെ ഇവരുടെ ബോസ് രാജ്കുമാർ ആയിട്ട് വന്ന തമിഴ്നടൻ ശരവണൻ, രാജ്കുമാറിന്റെ ഒരു ഗുണ്ടായിട്ട് വന്നൊരു തമിഴ്നടനുണ്ട്, പേരെനിക്കറിയത്തില്ല. എല്ലാവരുടെ നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. സതീഷ് കുറുപ്പിന്റേതാണ് പടത്തിന്റെ ക്യാമറ. വിനായക് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. വിഷ്ണു ശ്യാമാണ് മ്യൂസിക്. ടെക്നിക്കൽ സൈഡൊക്കെ ഒരു ഡീസന്റ് ആയിരുന്നു എന്ന് പറയാനേ ഉള്ളൂ. അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപർണ R തരക്കാടാണ് പടത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. സംവിധായകനൊപ്പം ശ്രീനിവാസ് അബ്രോളും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സംഭവങ്ങളോ ഒന്നും പടത്തിൽ ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയാം. പലതും കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കുമോ എന്നൊരു സംശയം തോന്നാം. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള പഴയ ആ ഒരു ത്രില്ലർ സ്റ്റൈൽ മേക്കിങ്ങും കഥ പറച്ചിലും സ്ക്രിപ്റ്റും ഒക്കെയാണ്. ഒരുപാട് വിദേശ ത്രില്ലർ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ പുതുമയുള്ള സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ നായിക പ്രാധാന്യമുള്ള പടം ആയതുകൊണ്ട് തന്നെ കട്ട ജെൻഡർ ഈഗോ ഉള്ളവർക്ക് ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും, സ്വാഭാവികം. ആകമൊത്തം ടോട്ടലിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജ് ഫീൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് ഒരു ജിത്തു ജോസഫ് പടം എന്ന തൃപ്തി തന്ന സിനിമയാണ് മിറാഷ്. എനിക്ക് എന്റെ ചില ഗസ്സുകളൊക്കെ ചെറുതായിട്ട് തെറ്റിച്ചു എന്നുള്ള കാരണം കൊണ്ട് പടം നന്നായിട്ട് വർക്കായി. ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. പക്ഷെ ജിത്തു ജോസഫിന്റെ സിനിമ എന്ന നിലയിൽ ദൃശ്യമോ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ഒക്കെ ഈ പടം കാണാൻ പോയാൽ ചിലപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായിട്ടൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ തന്നെയും ഇതൊരു നഷ്ടം തരാത്ത പടമാണ്. നിങ്ങൾക്ക് കണ്ടാൽ 2 മണിക്കൂർ 32 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.